പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 3 മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ വാഗമണിലെ ചില്ലുപാലം തുറക്കാൻ നടപടിയായില്ല. കാലാവസ്ഥ അനുകൂലമായിട്ടും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ചില്ലുപാലം സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല സർക്കാരിന് കോടികളുടെ നഷ്ടം ഉണ്ടാവുന്നതായും ആക്ഷേപം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ചില്ലുപാലത്തിൽ എത്തുന്ന സന്ദർശകരുടെ അപകട സാധ്യത കണക്കിലെടുത്തായിരുന്നു 3 മാസങ്ങൾക്ക് മുൻപ് ചില്ലുപാലം അടച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ 40 മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് 2023 സെപ്റ്റംബർ 6 വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് നാടിന് സമർപ്പിച്ചത്. ചില്ലുപാലം തുറന്നപ്പോൾ ആദ്യം 500 രൂപയായിരുന്നു പ്രവേശന നിരക്ക്, പിന്നീട് 250 രൂപയാക്കി കുറച്ചു. ചില്ലുപാലത്തിന്റെ പേരും പെരുമയും കേട്ടറിഞ്ഞ് വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കു തന്നെയായിരുന്നു. ഒരു ദിവസം 1500 സന്ദർശകർക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് ഇരട്ടി സഞ്ചാരികളാണ് എത്തിയിരുന്നത്. ഒരേ സമയം 15 പേർക്ക് ചില്ലുപാലത്തിൽ ചിലവഴിക്കാം. ഒരാളിന് 5 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. 9 മാസം കൊണ്ട് DTPCക്ക് 1.5 കോടിയിലധികം രൂപ വരുമാനം ലഭിച്ചു. ചില്ലുപാലത്തിൽ കയറുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പണം 60% നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനിക്കും 40% DTPCക്കുമാണ്. എന്നാൽ ഇപ്പോൾ 3 മാസത്തിൽ അധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വിളിച്ച് 30,000 വണ്ടി വിളിച്ചാണ് വന്നത്. എന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാത്തതിൽ വളരെ വിഷമമുണ്ട്. നമ്മളാകെ നിരാശയിലാണ്. കാര്യം ഇത്രയും വലിയ കാലാവസ്ഥയിൽ, നല്ല കാലാവസ്ഥയിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കാത്തതിൽ വളരെയധികം നിശ്ചയിക്കുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. എന്നാൽ ഇത് വളരെ നിരാശയോടെ ആണ് നമ്മളിപ്പോൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി തരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മെയ് 30 പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ചില്ലുപാലം അടച്ചത്. കാലാവസ്ഥ അനുകൂലമായിട്ടും പാലം തുറക്കാൻ സർക്കാർ തലത്തിൽ നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. പാലത്തിൽ കയറാൻ മോഹിച്ച് എത്തുന്നവർക്ക് അതിന് സാധിക്കാതെ വരുന്നതോടെ സഞ്ചാരികളും DMC ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകാറുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗോഫറിൽ വമ്പൻ ഓഫറിൽ വമ്പനോണം. ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും 50% വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം. 100-ൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ, വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലുമുള്ള വാർഡ്രോബുകൾ, ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് 3 ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ 23,999 മുതൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ. എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് 40% വരെ വിലക്കുറവും. ഈ ഓണം നന്നായി ഇരുന്നോണം. ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന.